ഗുഹയിൽ അകപ്പെട്ട 3 പേരുടെ കഥ. പണ്ട് 3 ആളുകൾ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അവരൊരു ഗുഹയിൽ അഭയം തേടി. എന്നാൽ മലമുകളിൽ നിന്ന് ഒരു കൂറ്റൻ പാറ ഉരുണ്ടുവന്ന് ഗുഹയുടെ വാതിൽ പൂർണ്ണമായും അടച്ചു. പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ലാതെ അവർ കുടുങ്ങിപ്പോയി. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനു വേണ്ടി മാത്രം ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രമേ നമ്മളെ രക്ഷിക്കൂ. ഒന്നാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ എന്നും അവർക്ക് പാൽ കൊടുത്തതിന് ശേഷമേ മറ്റാർക്കും നൽകാറുള്ളൂ. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയി. മാതാപിതാക്കൾ ഉണരുന്നതുവരെ ഞാൻ പാൽ പാത്രവുമായി കാത്തുനിന്നു. നേരം വെളുത്തപ്പോൾ അവർക്ക് ആദ്യം പാൽ നൽകി. അല്ലാഹുവേ, ഞാനിത് നിനക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഈ പാറയൊന്ന് മാറ്റണേ. അതിന്റെ ഫലമായി പാറ അല്പം നീങ്ങി. പക്ഷെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു ബന്ധുവായ സ്ത്രീയോട് വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അവൾക്ക് പണത്തിന് ആവശ്യമുണ്ടായപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നു. ആ അവസരം മുതലെടുക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞു, അല്ലാഹുവിനെ ഭയപ്പെടുക. ആ വാക്ക് കേട്ടതും ഞാൻ പിന്മാറി. അവൾക്ക് പണം നൽകുകയും ചെയ്തു. അല്ലാഹുവേ, ഞാനിത് നിനക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഈ പാറ മാറ്റണേ. അതിന്റെ ഫലമായി പാറ കുറച്ചുകൂടി നീങ്ങി. എങ്കിലും പുറത്തിറങ്ങാൻ പാകത്തിനായില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഒരാളെ ജോലിക്ക് നിർത്തി. ജോലി കഴിഞ്ഞപ്പോൾ കൂലി വാങ്ങാതെ അയാൾ പോയി. ഞാൻ ആ പണം നിക്ഷേപിച്ച് വലിയ ലാഭമുണ്ടാക്കി. കുറെ കാലം കഴിഞ്ഞ് അയാൾ വന്ന് കൂലി ചോദിച്ചപ്പോൾ ആ പണം കൊണ്ടുണ്ടാക്കിയ എല്ലാ ആടുകളെയും മാടുകളെയും ഞാൻ അയാൾക്ക് നൽകി. ഒന്നുപോലും ഞാൻ എടുത്തില്ല. അല്ലാഹുവേ, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തതെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണേ. അതിന്റെ ഫലമായി പെട്ടെന്ന് ആ കൂറ്റൻ പാറ പൂർണ്ണമായും നീങ്ങി. അവർ 3 പേരും സന്തോഷത്തോടെ പുറത്തിറങ്ങി. അവരെ രക്ഷിച്ചത് അവരുടെ കരുത്തോ ബുദ്ധിയോ അല്ല, മറിച്ച് അവർ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്ത നല്ല കാര്യങ്ങളാണ്. ഇന്ന് നാം ആ ഗുഹയിലാണെങ്കിൽ അല്ലാഹുവിനോട് പറയാൻ നമ്മുടെ കയ്യിൽ അത്തരമൊരു നല്ല പ്രവൃത്തി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.